നമസ്കാരം. പ്രധാന വാർത്തകൾ. ഉദ്ധവ് താക്കറെയുടെ വാഹനവ്യൂഹത്തിന് നേരെ ആക്രമണം. തേങ്ങയും ചാണകവും എറിഞ്ഞ് അക്രമികൾ. ശിവസേന ഉദ്ധവ് ഭാഗം അധ്യക്ഷനും മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രിയുമായ ഉദ്ധവ് താക്കറെയുടെ വാഹനവ്യൂഹത്തിന് നേരെ ആക്രമണം. മഹാരാഷ്ട്ര നവനിർമ്മാൺ സേന പ്രവർത്തകരാണ് തേങ്ങയും ചാണകവും ഉപയോഗിച്ച് ആക്രമണം നടത്തിയത്. വെള്ളിയാഴ്ച MNS അധ്യക്ഷൻ രാജ് താക്കറെയുടെ കാറിന് നേരെ അടക്കയും തക്കാളിയും ഉപയോഗിച്ച് ആക്രമണം നടത്തിയതിനുള്ള മറുപടിയാണിതെന്ന് പ്രവർത്തകർ പറഞ്ഞു. സംഭവത്തിൽ 20 പേരെ കസ്റ്റഡിയിലെടുത്തതായി പോലീസ് അറിയിച്ചു. ഫുട്ബോൾ കളിക്കിടെ പരിക്കേറ്റു. വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. ഫുട്ബോൾ കളിക്കിടെ പരിക്കേറ്റ വിദ്യാർത്ഥി മരിച്ചു. തൃശൂർ സെന്റ് തോമസ് കോളേജിലെ 1ാം വർഷ BCom വിദ്യാർത്ഥി മാധവാണ് മരിച്ചത്. പെൻഷൻമൂല ടർഫിൽ കൂട്ടുകാർക്കൊപ്പം കളിക്കുമ്പോഴായിരുന്നു പന്ത് കൊണ്ട് പരിക്കേറ്റത്. മട്ടാഞ്ചേരിയിൽ അവശേഷിക്കുന്ന ജൂതവംശരിൽ ഒരാൾ കൂടി മരിച്ചു. കൊച്ചി മട്ടാഞ്ചേരിയിൽ അവശേഷിക്കുന്ന 2 ജൂതവംശരിൽ ഒരാൾ കൂടി മരിച്ചു. 88-കാരിയായ ക്യൂനി ഹലേഗയാണ് മരിച്ചത്. ഇന്ന് രാവിലെ 6 അന്ത്യം. പ്രമുഖ വ്യവസായിയായിരുന്ന S കോഡറിന്റെ മകളും പരേതനായ S ഹലേഗയുടെ ഭാര്യയുമാണ്. ക്രിക്കറ്റ് കളിക്കിടെ പന്ത് കാണാതായി. തിരഞ്ഞുപോയ 13-കാരൻ ഷോക്കേറ്റ് മരിച്ചു. ക്രിക്കറ്റ് കളിക്കിടെ കാണാതായ പന്ത് തിരഞ്ഞുപോയ 13-കാരൻ ഷോക്കേറ്റ് മരിച്ചു. ദില്ലിയിലാണ് സംഭവം. പശ്ചിമ ദില്ലിയിലെ കോഡ്ല വിഹാർ ഫേസ് 2 മൈതാനത്തായിരുന്നു 13-കാരൻ സുഹൃത്തുക്കൾക്കൊപ്പം ക്രിക്കറ്റ് കളിച്ചിരുന്നത്. മൈതാനത്തിന്റെ പരിസരത്തുള്ള ഗോശാലയുടെ സമീപത്തുണ്ടായിരുന്ന ഇരുമ്പ് തൂണിൽ നിന്നാണ് ഷോക്കേറ്റത്. കറണ്ട് കണക്ഷൻ നൽകാനായി സ്ഥാപിച്ച തൂണിലാണ് 13-കാരൻ പന്ത് തിരയുന്നതിനിടെ സ്പർശിച്ചത്. അർജുനായുള്ള തിരച്ചിൽ പുനരാരംഭിക്കുന്നതിൽ തീരുമാനം ചൊവ്വാഴ്ച. ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ മലയാളി യുവാവ് അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ പുനരാരംഭിക്കുന്നതിൽ തീരുമാനം ചൊവ്വാഴ്ചയെന്ന് ജില്ലാ കളക്ടർ ലക്ഷ്മിപ്രിയ. നിലവിൽ വെള്ളത്തിന്റെ അടിയൊഴുക്ക് 5.4 നോട്ട് വേഗതയിലാണ്. ഈ വേഗതയിൽ ഡ്രഡ്ജിങ്ങോ ഡൈവിങ്ങോ സാധ്യമാകില്ല. പുഴയിലെ ഒഴുക്കിന്റെ വേഗം 3.5 നോട്ടെങ്കിലും എത്തിയാൽ ഡ്രഡ്ജിങ്ങിന് ശ്രമിക്കാമെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു. ഒരാൾ ഇറങ്ങി തിരയാൻ സുരക്ഷിതമായി 2 നോട്ടായി. പുഴയുടെ ഒഴുക്കിന്റെ വേഗം കുറയണം. അടുത്തയാഴ്ച കാലാവസ്ഥ അനുകൂലമാകുമെന്നാണ് പ്രവചനം. കഴിഞ്ഞ 2 ദിവസമായി ഗംഗാവലി പുഴയുടെ വൃഷ്ടിപ്രദേശത്ത് മഴ ഉണ്ടായില്ല എന്നതും ആശ്വാസകരമാണ്. അതിനാൽ പുഴയുടെ ഒഴുക്ക് കുറയുന്നുണ്ട്. ചൊവ്വാഴ്ചയോടെ പുഴയുടെ ഒഴുക്ക് കുറഞ്ഞാൽ അടുത്ത നടപടി തീരുമാനിക്കുമെന്നും കളക്ടർ അറിയിച്ചു.